ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിന് നമ്മൾ വർക്ക് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രയോജനം കിട്ടുകയുള്ളൂ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലായ മിറാഷിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് ഈ വീഡിയോയുമായി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ ചാനൽ മിറാഷ് എന്ന ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഇതുവരെ അത് വേണ്ടത്ര റീച്ചൊന്നും ആയിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ 2000-ന് മുകളിൽ ആളുകൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ വക നന്ദിയുണ്ട്. കാരണം സമൂഹത്തിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുമായി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ പലരോടും ഞാൻ പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ അവരോട് പറയും, ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മിറാഷ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവരെന്നോട് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയും, നീ വലിയ യൂട്യൂബറൊക്കെ ആയില്ലേ, നിനക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുന്നുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പലരുടെയും ധാരണ, അതായത് യൂട്യൂബിനെ കുറിച്ച് വലിയ അറിവില്ലാത്തവരുടെ ഒരു ധാരണയാണത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ അതവരോട് പിന്നെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇത് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് വരുമാനമൊന്നും കിട്ടൂല. അതിൽ 1000-ഓളം സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 മണിക്കൂർ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നീടുന്ന വീഡിയോകൾക്ക് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും വരുമാനം അത് ആളുകൾ കാണുന്നതിനനുസരിച്ച് കിട്ടുകയുള്ളൂ എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ പറയും, വരുമാനമൊന്നും ആയിട്ടില്ല, അതിനുള്ള ടൈമൊന്നും ആയിട്ടില്ല എന്ന് പറയും. പക്ഷെ പലർക്കും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തുടങ്ങാൻ പറ്റും. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. യൂട്യൂബ് കാണും എന്നല്ലാതെ, യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കാണും എന്നല്ലാതെ യൂട്യൂബിൽ ചാനൽ തുടങ്ങുക എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. ഞാനൊരു ദിവസം ഇരുന്ന് അങ്ങനെ ഓരോന്ന് നോക്കി അങ്ങനെ ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അത് അറിവുള്ള ആളുകൾക്ക്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ചാനൽ തുടങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ പലവിധ വീഡിയോസും ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് കുറവാണെങ്കിലും കൂടുതലും ഞാൻ ഷോർട്സാണ് ഇടാറുള്ളത്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോർട്സുകൾ ഞാൻ ഇടും. അങ്ങനെയാണ് ആ ഷോർട്സുകൾ ഇട്ടതിലൂടെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത്. അല്ലാതെ മറ്റ് വീഡിയോസിൽ കുറവാണ്. അപ്പോൾ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് അറിയാത്തവർക്ക്, 2 വർഷമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി എന്നെ പിന്തുടരുന്നവർക്ക് ഒരു പക്ഷേ എന്നെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ലായിരിക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനും നിലമ്പൂരിനും ഇടയിലുള്ള കാട്ടുമുണ്ട എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് പഠിച്ച തൊഴിൽ എന്ന് പറഞ്ഞാൽ തുന്നപ്പണിയാണ്, അതായത് സ്റ്റിച്ചിങ് വർക്ക്, ടൈലറിങ്. ഈ ടൈലറിങ്ങിന് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലായ മിറാഷിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ജീവിതത്തിന് ആവശ്യമായ വരുമാനം, അതായത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വരുമാനം കുറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ജോലിയിൽ നിന്ന് തൽക്കാലം വിരമിച്ചിട്ട് ഇപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. അതായത് ബിൽഡിംഗ് വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, അതായത് സെൻട്രിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. പിന്നെ പലവിധ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇടാത്തത് കൊണ്ടാവാം ചാനൽ പെട്ടെന്ന് റീച്ച് ആവാത്തത്. എന്തൊക്കെയായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിന് നമ്മൾ വർക്ക് ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രയോജനം കിട്ടുകയുള്ളൂ.
അല്ലാതെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോസ് അതിലിട്ടത് കൊണ്ടൊന്നും അത് ആ ചാനലിൽ കയറി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലി കഴിഞ്ഞിട്ട്, കുടുംബം പോറ്റാനുള്ള ജോലി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ചില സമയങ്ങളിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് എടുക്കാറ്. അതിൻ്റെ എഡിറ്റിങ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നൊക്കെ ചെയ്തിട്ട് ചിലപ്പം വീഡിയോസ് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു കോർഡിനേഷനൊന്നും ഉണ്ടാവില്ല. എങ്കിലും അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതും പറഞ്ഞിട്ടുണ്ട്, മോശവും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നല്ലതാണ് കൂടുതലും ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. 2000-ന് മുകളിൽ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരോട് ഒരുപാട് നന്ദിയുമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വരുമാനം ചിന്തിച്ചല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഒരു രസത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങി. പക്ഷേ എനിക്ക് വരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. വരുമാനം കിട്ടുമോ എന്നൊന്നും അറിയുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനതിൽ വീഡിയോസ് ഇടും. VN എന്ന് പറഞ്ഞ ആപ്പിലൂടെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ആളായതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് VN എന്ന് പറയുന്നത്. അതിൽ ആണെങ്കിൽ വാട്ടർമാർക്കും വരില്ല. അപ്പോൾ അതങ്ങനെ അതിലാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തുക, പിന്നെ അതുപോലെ യൂട്യൂബിൻ്റെ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കുക, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നിലമ്പൂരിനും വണ്ടൂരിനും ഇടയിലുള്ള കാട്ടുമുണ്ടയിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജോലി ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ബിൽഡിംഗ് വർക്കാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. മുമ്പ് ഞാൻ ടൈലറിങ് ആയിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസും അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ മിക്ക ആളുകളും ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇട്ടാണ്, അവരൊക്കെ ചിലപ്പം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറൊക്കെ നേടിയവരാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഈ ജോലി ചെയ്ത് പോകുന്നതിനിടയിൽ നനച്ചിരിക്കാതെ ഹാർട്ട് ബ്ലോക്ക് വരികയും അതിനുവേണ്ടി ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ ജോലി തന്നെയാണ് ചെയ്യുന്നത്, ബിൽഡിംഗ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോസുകൾ, ഞാനിടുന്ന വീഡിയോസുകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനയപുരസരം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.